എബ്രഹാം റൈസിയുടെ മരണം എന്ന് പറയുന്നത് ഇറാൻ്റെ മത നേതൃത്വത്തെയും രാഷ്ട്ര നേതൃത്വത്തെയും വളരെയേറെ കുലുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മരണം ആക്സിഡൻ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം വളരെ വലിയ രീതിയിൽ ലോകത്തിന് മുമ്പിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതായത് എസ്കോർട്ട് ഹെലികോപ്റ്ററുകൾക്ക് യാതൊരു അപകടം സംഭവിക്കാതിരിക്കുകയും ഈ ഒരു ഹെലികോപ്റ്ററിന് മാത്രം അപകടം സംഭവിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ടെൻഷൻ, കൂടാതെ വെസ്റ്റേൺ ഗ്രൂപ്പുമായി ഇറാനുള്ള പ്രത്യേക ടെൻഷൻ. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സൺഡേ ശാലോം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇറാനിയൻ പ്രസിഡന്റ് എബ്രഹാം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ് ന്യൂസ്. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവർക്ക് മൃതദേഹം സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. റെസ്ക്യൂ ടീം, ഇറാൻ്റെ റെസ്ക്യൂ ടീം, ഇൻ്റർനാഷണൽ ടീമല്ല, ഇറാൻ്റെ റെസ്ക്യൂ ടീമാണ്. ഇറാൻ്റെ റെസ്ക്യൂ ടീം ഈ അപകട സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതേ ഉള്ളൂ. ഇത് കോക്കസ് പർവ്വത നിരകളിലെ ഒരു സ്പോട്ടാവാനാണ് സാധ്യത. കാസ്പിയൻ കടലിൻ്റെ കോർണറിൽ അസർബൈജാനും അർമേനിയയും ഇറാനും കൂടി ചേരുന്ന ഒരു ട്രിപ്പിൾ പോയിൻറ്റിലാണ് ഏകദേശം ഈ കാര്യം സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നതുപോലെ ഇറാന് അസർബൈജാനുമായും അർമേനിയയുമായും ടർക്കിയുമായും ഇറാനുമായും ഒക്കെ അതിർത്തികളുണ്ട്. ഇതിൽ അസർബൈജാൻ അർമേനിയ തമ്മിലടിക്കുന്ന രാജ്യങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. അർമേനിയ ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്, അസർബൈജാൻ ഒരു മുസ്ലിം രാജ്യമാണ്. അർമേനിയയും അസർബൈജാനും റഷ്യയുടെ കീഴിലുണ്ടായിരുന്നതാണ്. 1991 USSR ഡിസോൾവ് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് സ്വതന്ത്രമായ രാജ്യങ്ങളിൽ പെടുന്നതാണ് അർമേനിയയും അസർബൈജാനും. നേരത്തെ മുതൽ തന്നെ വർഗീയതയുടെ പേരിലും മറ്റ് പല വിഷയങ്ങളുടെ പേരിലും എത്നിക് കോൺഫ്ലിക്റ്റുള്ള രാജ്യങ്ങളാണ് അസർബൈജാനും അർമേനിയയും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അസർബൈജാനും അർമേനിയയും തമ്മിൽ പല യുദ്ധങ്ങളുണ്ടാവുകയും പ്രത്യേകിച്ചും ടർക്കിയുടെ സഹായത്തോടെ അസർബൈജാൻ അർമേനിയയെ വല്ലാതെ ആക്രമിക്കുകയും ഒരുപാട് നിഷ്ഠൂരമായ പ്രവൃത്തികൾ അർമേനിയക്കെതിരെ അസർബൈജാൻ ചെയ്യുകയും ചെയ്ത് ഇൻ്റർനാഷണൽ ന്യൂസിൽ വന്നിട്ടുള്ളൊരു സംഗതിയാണ്. ഇറാൻ നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും ഇറാൻ്റെ സപ്പോർട്ടും ഇവിടെ അസർബൈജാനാണ്. അപ്പോൾ ഈ അസർബൈജാൻ ഇറാൻ ബോർഡറിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കുകയും ആ അണക്കെട്ടിൻ്റെ ഉദ്ഘാടനത്തിനായാണ് എബ്രഹാം റൈസി ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയോടൊപ്പം ഇറാനിയൻ പ്രസിഡൻ്റായി ഇദ്ദേഹം അവിടെ പോയത്. അവർ 5 പേര് സഞ്ചരിച്ച ഒരു ഹെലികോപ്റ്റർ, 3 ഹെലികോപ്റ്ററുകൾ ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. അതിൽ ഇവരുടെ ഹെലികോപ്റ്ററാണ്, അതായത് എസ്കോർട്ട് ഹെലികോപ്റ്ററുകൾക്ക് യാതൊരു അപകടം സംഭവിക്കാതിരിക്കുകയും ഈ ഒരു ഹെലികോപ്റ്ററിന് മാത്രം അപകടം സംഭവിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പർവ്വതത്തിൽ ഇടിച്ചു എന്നുള്ളതാണ് പ്രാഥമിക ന്യൂസുകൾ വരുന്നത്. ഒത്തിരി ഇൻ്റർനാഷണൽ കോൺസിക്വൻസുകളുള്ള ഒരു ന്യൂസ് ആയതുകൊണ്ട് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വളരെ വലുതാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ അനാലിസിസ് ഇതിനെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ടെൻഷൻ, കൂടാതെ വെസ്റ്റേൺ ഗ്രൂപ്പുമായി ഇറാനുള്ള പ്രത്യേക ടെൻഷൻ. കാരണം ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമുണ്ട്. ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ വെസ്റ്റേൺ സെക്ടർ വല്ലാതെ എതിർക്കുന്നുണ്ട്. ചൈനയും റഷ്യയും ഒരു പരിധിവരെ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനെ ഒരു തീവ്രവാദ രാജ്യം എന്ന നിലയിലാണ് അമേരിക്കയും അമേരിക്കൻ സെക്ടറിലുള്ള രാജ്യങ്ങളും കാണുന്നത്. ഇസ്രായേലുമായുള്ള കോൺഫ്ലിക്റ്റിൽ ഇറാന് നേരിട്ട് ഇടപെടലുകളുണ്ട്. ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളെയും ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നത് ഇറാനാണ്. ഏതാണ്ട് 500ഓളം മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് അയക്കുകയും അത് ഇസ്രായേലിലെത്തുന്നതിന് മുൻപ് തന്നെ തകർക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ്. വലിയ ഒരു പ്രത്യാക്രമണമൊന്നും ഇസ്രായേൽ അതിൻ്റെ പേരിൽ സംഘടിപ്പിച്ചില്ല. കാരണം അതിന് മുൻപ് തന്നെ ഇറാനിലെ ചില പ്രമുഖരായ സൈനിക നേതാക്കന്മാരെ ഇസ്രായേൽ അവരുടെ ചില ആരോപണങ്ങളുടെ പേരിൽ നേരത്തെ അവരെ ആക്രമിച്ചിരുന്നു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ സഹായിച്ച് അവരെ ആക്രമിച്ചു എന്നതിൻ്റെ പേരിൽ ഇസ്രായേൽ അവരുടെ ഒരു കോൺസുലേറ്റ് ആക്രമിച്ച് തകർത്തിരുന്നു. അതിൻ്റെ ഒരു മറുപടി എന്ന നിലയിലാണ് ഇറാൻ ഈ ആക്രമണം സംഘടിപ്പിച്ചത്. പക്ഷേ അതൊരു ഡിപ്ലോമാറ്റിക് കാമഫ്ലാജ് ആയിരുന്നു, ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ആളുകളുടെ മുൻപിൽ ഒരു വരുത്തി തീർക്കലായിരുന്നു എന്നൊക്കെ മീഡിയ പറയുന്നുണ്ട്. ഇതിനകത്ത് ശരി തെറ്റുകൾ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ശരി, നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഇറാൻ ആക്രമിച്ചു, പക്ഷേ അത് ഇസ്രായേലിലേക്ക് എത്തിയില്ല.
അവരയച്ച മിസൈലുകളൊന്നും ഇസ്രായേലിലെത്തിയില്ല. അതിന് മുൻപ് തന്നെ അത് ആൻറ്റി മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇസ്രായേലും ഈ റാഫായിൽ നടക്കുന്ന ഈ വലിയ വിഷയങ്ങൾ നടക്കുമ്പോൾ റാഫായിലെ തീവ്രവാദി ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം ഇറാനായിരിക്കെ ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രമുഖനായ നേതാവെന്ന് പറയും. കാരണം അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനിയുണ്ട്. അദ്ദേഹം വളരെ വൃദ്ധനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവും ശരീരവുമായി പ്രവർത്തിക്കുന്ന ആളാണ് ഈ എബ്രഹാം റൈസി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഖമേനിക്ക് ശേഷം ആരാണ് അവിടുത്തെ പരമോന്നത നേതാവ് എന്നതിനൊരു തർക്കമില്ലാത്തൊരവസ്ഥയിൽ നേതാവായി സെലക്ട് ചെയ്യപ്പെട്ടുള്ള ആളാണ് എബ്രഹാം റൈസി. അപ്പോൾ എബ്രഹാം റൈസിയുടെ മരണം എന്ന് പറയുന്നത് ഇറാൻ്റെ മത നേതൃത്വത്തെയും രാഷ്ട്ര നേതൃത്വത്തെയും വളരെയേറെ കുലുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മരണം ആക്സിഡൻ്റ് ആണോ എന്നുള്ളൊരു ചോദ്യം വളരെ വലിയ രീതിയിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ആ മരണത്തിന് വലിയ കോൺസിക്വൻസും ഉണ്ട്. കാരണം ഇറാൻ തന്നെ ഇൻറ്റേർണൽ സ്ട്രഗിളിലൂടെ കടന്നു പോവുകയാണ്. അപ്പം ഈ മത നേതൃത്വത്തിനെതിരെ ശക്തമായ ഒരുതരം വിപ്ലവം, മതവാദത്തിനെതിരെ ഒരു സെക്യുലറായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് ഇറാനിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് അതിശക്തമായൊരു മൂവ്മെൻറ്റാണ്. അതിനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് വസൂദ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പോപ്പുലർ വോട്ടെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെക്യുലർ വിഭാഗത്തിന് തീവ്രവാദ വിഭാഗത്തേക്കാൾ കൂടുതൽ ശക്തിയുണ്ട് എന്നാണ് ഇൻ്റർനാഷണൽ മീഡിയ കറണ്ട് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈവൻ അറബ് മീഡിയ പോലും ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സെക്യുലർ ഗ്രൂപ്പുകൾക്ക് ഇറാനിൽ തീവ്രവാദ ഗ്രൂപ്പുകളെക്കാൾ മേൽക്കൈയുണ്ട് എന്നുള്ളതാണ് എണ്ണത്തിൽ. പക്ഷേ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധശേഷിയുള്ളതുകൊണ്ടും മതത്തിൻ്റേതായ സ്വഭാവമുള്ളതുകൊണ്ടും, മതത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിനെ എതിർക്കുന്ന എല്ലാവരെയും തകർത്ത് കളയുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സ്വഭാവമുള്ളതുകൊണ്ടും ഈ സെക്യുലർ ഗ്രൂപ്പുകൾക്ക് വ്യവസ്ഥാപിതമായ താല്പര്യങ്ങളില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ വ്യവസ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ മരിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടും അവർ അമർത്തപ്പെട്ട് നിൽക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇറാനിൽ ഇത്തരം ഒരു അപകടം വരുത്താൻ പോകുന്ന ഇമ്പാക്റ്റുകൾ, അതിൽ വരാവുന്ന പൊളിറ്റിക്കൽ ചേഞ്ചുകൾ പ്രവചനാതീതമാണ്. കാരണം ഇറാൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഒരു ഷിയ കൺട്രോൾഡ് രാജ്യമാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഷിയ സുന്നി വിഭാഗങ്ങളുണ്ട്. നമുക്ക് അത്ര പരിചയമുള്ള സംഗതിയല്ല. ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും സുന്നി വിഭാഗക്കാരാണ്. അപ്പോൾ അതിൽ ഷിയ വിഭാഗക്കാരെന്ന് പറയുന്നത് വേറെ അവരുടെ മതത്തിലുള്ള കോൺഫ്ലിക്റ്റുകളാണ്. അത് അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്സിനെയും രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്സിനെയും ഒക്കെ ഗൗരവതരമായി ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വലിയ സീരിയസ് ഇഷ്യൂസായിട്ട് വരും. ഇറാൻ ഏകദേശം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന രാജ്യം തീവ്രവാദത്തെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം. അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം തീവ്രവാദികളിൽ ബഹുഭൂരിഭാഗവും സുന്നികളാണ് എന്നുള്ളതാണ്. സുന്നികളും മുജാഹിദുകളുമാണ്, ഷിയകളല്ല തീവ്രവാദികളായിട്ടുള്ളവർ. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇറാൻ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് വേറൊരു വിഷയം. അപ്പം ഈ തീവ്രവാദത്തിന് വാസ്തവത്തിൽ മതമില്ല എന്നുള്ളതാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ സത്യം. തീവ്രവാദം എന്ന് പറയുന്നത് അതൊരു മനോരോഗമാണ്. അത് വാസ്തവത്തിൽ മതമല്ല, അത് മതത്തിൻ്റെ ഒരു കാമഫ്ലാജ്, മതത്തിൻ്റെ ഒരു മൂടുപടമെടുത്ത് അണിയുകയാണ് ചെയ്യുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളാണ്, എന്തെങ്കിലും പ്രത്യേക താല്പര്യമുള്ളവരാണ്. അപ്പോൾ എന്തായാലും ശരി, ഈ ഒരു മരണത്തിന് വലിയ കോൺസിക്വൻസ് ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. മാത്രമല്ല ഇപ്പം ഇസ്രായേലും ഹമാസുമായി റാഫായിൽ നടക്കുന്ന യുദ്ധത്തിനും ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം ഇതിലെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനിലാണ് ഈ ഒരു മരണം. ആ മരണം എന്തായാലും ഇറാനൊരു പരിക്ക് വരുത്തും. ആ പരിക്ക് ഹമാസിനെ വളരെ ഗൗരവമായിട്ട് ബാധിക്കും. ഹമാസ് വെറും ഊതി വീർപ്പിച്ചൊരു ബലൂണാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അവർക്ക് ഇസ്രായേലിനോട് പിടിച്ചു നിൽക്കാനൊന്നും അവരെ കൊണ്ടാവില്ല. മാത്രമല്ല അവർ വെറും സ്ത്രീകളെയും കുട്ടികളെയും മുൻപിൽ നിർത്തി അതിനിടയിൽ പോയി ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുകയും അങ്ങനെ പട്ടാളക്കാരുടെ നേരെ വരുന്ന മിസൈലുകൾ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും തലയിൽ വീഴുകയും എന്നിട്ട് 1000 പേര് മരിച്ചു. അതിൽ 700 പേര് സ്ത്രീകളും കുട്ടികളുമാണ്. ബാക്കി 300 പേര് ആരാണെന്ന് പറയില്ല. ബാക്കി 300 പേര് ഈ പറയുന്ന ആളുകളാണ്. പക്ഷേ അതിന് നമ്പർ പറയില്ല. 700 പേര് സ്ത്രീകളും കുട്ടികളായിരുന്നു എന്ന് പറയും. ഇത് ഇൻ്റർനാഷണൽ മീഡിയ അതുപോലെ പച്ച തൊടാതെ വിഴുങ്ങി റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറയും ഈ പറയുന്ന പോലെ 100 പേര് മരിച്ചു, അല്ലെ 150 പേര് മരിച്ചു, 200 പേര് മരിച്ചു. അപ്പോൾ അതിലൊരു 75 അല്ലെങ്കിൽ 80% സ്ത്രീകളും കുട്ടികളുമാണ്. ബാക്കിയുള്ള 20% എന്ത്, അത് പറയില്ല. ആ 20% ഇവരുടെ ഇടയിൽ കയറി ഒളിച്ചിരുന്ന ഭീകരവാദികൾ. അപ്പോൾ അവരെപ്പോഴും ഈ പറയുന്ന അവരുടെ തന്നെ കുഞ്ഞുങ്ങളെയും അവരുടെ തന്നെ അമ്മമാരെയും അവരുടെ തന്നെ ഭാര്യമാരെയും സഹോദരിമാരെയും ഹ്യൂമൻ ഷീൽഡായി ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്. അപ്പോൾ അതിന് ആയുധങ്ങൾ നൽകിയും
അതിന് മോറൽ സപ്പോർട്ട് നൽകി നിൽക്കുന്ന രാജ്യത്തിനുണ്ടാവുന്ന ഈ ഒരു വലിയ തിരിച്ചടി ഒരുപക്ഷേ ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റ് വളരെ വേഗം അവസാനിപ്പിക്കാൻ ഇടയാക്കിയേക്കും എന്നുവരെ നമുക്ക് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. എന്തായാലും ഒരു രാജ്യത്തിന് ഉണ്ടാകുന്ന ഒരു ഇൻസ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ മരണം കൊണ്ട് രാജ്യത്തിനുണ്ടാകുന്ന ഒരു ഇൻസ്റ്റെബിലിറ്റി ഒരു നല്ല കാര്യമല്ല. എല്ലാ രാജ്യങ്ങളും സ്റ്റേബിൾ ആയിരിക്കുന്നതാണ് ഒരു ഇൻ്റർനാഷണൽ സെനോറിയോയിൽ എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇറാനെ സംബന്ധിച്ചൊരു ഗൗരവതരമായ പ്രശ്നമായി മാറാതെ അവർക്കത് ഒരു സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റിലേക്ക് വളരെ വേഗം എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന ഒരു ആശംസയാണ് എനിക്ക് വാസ്തവത്തിൽ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതിൻ്റെ കോൺസിക്വൻസുകൾ ഒരിക്കലും നെഗറ്റീവ് ആവാതിരിക്കട്ടെ എന്നുകൂടി ഞാൻ ആശിക്കുന്നു.